ഓം ശാന്തി. 10/8/25 പ്രഭാത മുരളി അവ്യക്ത ബാബ്ദാദ റിവൈസ് 31/10/2006 മധുബൻ. സദാ സ്നേഹിയോടൊപ്പം അഖണ്ഡ മഹാദാനിയാകൂ. അപ്പോൾ വിഘ്ന വിനാശകനും പരിഹാര സ്വരൂപവും ആകും. ഇന്ന് സ്നേഹത്തിൻ്റെ സാഗരം തൻ്റെ പരമാത്മാ സ്നേഹത്തിന് പാത്രമായ കുട്ടികളുമായി കൂടിക്കാഴ്ച നടത്തുവാൻ വന്നിരിക്കുന്നു. നിങ്ങളേവരും സ്നേഹത്തിൻ്റെ അലൗകിക വിമാനത്തിൽ ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണല്ലോ. സാധാരണ പ്ലെയിനിലാണോ വന്നിരിക്കുന്നത്, അതോ സ്നേഹത്തിൻ്റെ പ്ലെയിനിൽ പറന്ന് എത്തിച്ചേർന്നിരിക്കുകയാണോ? എല്ലാവരുടെയും ഹൃദയത്തിൽ സ്നേഹത്തിൻ്റെ അലകൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്നേഹം തന്നെയാണ് ഈ ബ്രാഹ്മണ ജീവിതത്തിൻ്റെ ഫൗണ്ടേഷൻ. നിങ്ങളേവരും വന്നപ്പോൾ സ്നേഹം തന്നെയാണല്ലോ ആകർഷിച്ചത്. ജ്ഞാനം കേട്ടത് പിന്നീടാണ്. എന്നാൽ സ്നേഹം പരമാത്മാ സ്നേഹിയാക്കി മാറ്റി. നമ്മൾ പരമാത്മാ സ്നേഹത്തിന് പാത്രമാകും എന്ന് ഒരിക്കലും സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നിരിക്കില്ല. എന്നാൽ ഇപ്പോൾ എന്താണ് പറയുന്നത്? ആയിക്കഴിഞ്ഞു. സ്നേഹവും സാധാരണ സ്നേഹമല്ല, ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹമാണ്, ആത്മീയ സ്നേഹമാണ്, സത്യമായ സ്നേഹമാണ്, നിസ്വാർത്ഥ സ്നേഹമാണ്. ഈ പരമാത്മാ സ്നേഹം വളരെ സഹജമായി ഓർമ്മയുടെ അനുഭവം വരുത്തുന്നു. സ്നേഹിയെ ഓർമ്മിക്കുന്നത് പ്രയാസമല്ല, മറക്കുന്നതാണ് പ്രയാസം. സ്നേഹം ഒരു അലൗകിക കാന്തമാണ്. സ്നേഹം സഹജയോഗി ആക്കി മാറ്റുന്നു, പ്രയത്നത്തിൽ നിന്നും മോചിപ്പിക്കുന്നു. സ്നേഹത്തോടെ ഓർമ്മിക്കുന്നതിൽ പ്രയത്നം തോന്നുന്നില്ല. സ്നേഹത്തിൻ്റെ ഫലം കഴിക്കുന്നു. സ്നേഹത്തിൻ്റെ അടയാളമാണ്. വിശേഷിച്ച് 4 ഭാഗത്തുമുള്ള കുട്ടികൾ ഉണ്ടെങ്കിലും ഡബിൾ വിദേശികൾ സ്നേഹത്തിൽ ഓടി ഓടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നോക്കൂ, 90 ദേശങ്ങളിൽ നിന്നും എങ്ങനെയാണ് ഓടി എത്തിച്ചേർന്നിരിക്കുന്നത്. ദേശത്തുള്ള കുട്ടികൾ പ്രഭു പ്രേമത്തിന് പാത്രം തന്നെയാണ്. എന്നാൽ ഇന്ന് വിശേഷിച്ച് ഡബിൾ വിദേശികൾക്ക് ഗോൾഡൻ ചാൻസാണ്. നിങ്ങൾക്കേവർക്കും വിശേഷ സ്നേഹമുണ്ടല്ലോ. എത്രത്തോളം സ്നേഹമുണ്ട്? ഏതുമായി തുലനം ചെയ്യാൻ സാധിക്കും? ഏതെങ്കിലും തുലനം സാധ്യമല്ല. നിങ്ങളേവരുടെയും ഒരു ഗീതം ഉണ്ടല്ലോ. ആകാശത്തിൽ ഇത്രയും താരങ്ങളില്ല, സാഗരത്തിൽ ഇത്രയും ജലമില്ല. പരിധിയില്ലാത്ത സ്നേഹമാണ്. ബാബ്ദാദയും സ്നേഹികളായ കുട്ടികളുമായി കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി എത്തിച്ചേർന്നിരിക്കുകയാണ്. നിങ്ങൾ എല്ലാ കുട്ടികളും സ്നേഹത്തോടെ ഓർമ്മിച്ചു. ബാബ്ദാദ താങ്കളുടെ സ്നേഹത്താൽ എത്തിച്ചേർന്നു. ഏതുപോലെ ഈ സമയത്ത് ഓരോരുത്തരുടെയും മുഖത്തിൽ സ്നേഹത്തിൻ്റെ രേഖ തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ എന്ത് അഡീഷനാണ് ചെയ്യേണ്ടത്? സ്നേഹം ഉണ്ട്, ഇത് ഉറപ്പാണ്. ബാബ്ദാദയും സ്നേഹമുണ്ട് എന്ന് സർട്ടിഫിക്കറ്റ് നൽകുന്നു. ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? മനസ്സിലായി കഴിഞ്ഞു. ഇപ്പോൾ കേവലം അണ്ടർലൈൻ ചെയ്യണം. സദാ സ്നേഹിയായിരിക്കണം. സദാ, സം ടൈം അല്ല. സ്നേഹമുണ്ട്, മുറിയാത്തതാണ്. എന്നാൽ പേഴ്സൻറ്റേജിൽ വ്യത്യാസം ഉണ്ടാകുന്നു. അപ്പോൾ വ്യത്യാസം ഇല്ലാതാക്കുന്നതിന് വേണ്ടിയുള്ള മന്ത്രം എന്താണ്? ഓരോ സമയത്തും മഹാദാനിയും അഖണ്ഡദാനിയും ആകൂ. സദാ ദാതാവിൻ്റെ കുട്ടികൾ, വിശ്വസേവാധാരികൾ സമാനമാണ്. ഒരു സമയത്ത് പോലും മാസ്റ്റർ ദാതാവാകാതെ ഇരിക്കരുത്. കാരണം വിശ്വമംഗളത്തിൻ്റെ കാര്യത്തെ പ്രതി ബാബയോടൊപ്പം താങ്കളും സഹായികൾ ആകുന്നതിൻ്റെ സങ്കല്പം എടുത്തിരിക്കുകയാണ്. ഒന്നുകിൽ മനസ്സിലൂടെ ശക്തികളുടെ ദാനം അഥവാ സഹയോഗം നൽകൂ. വാക്കുകളിലൂടെ ജ്ഞാനത്തിൻ്റെ ദാനം നൽകൂ, സഹയോഗം നൽകൂ. കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ദാനം നൽകൂ. സ്നേഹ സമ്പർക്കത്തിലൂടെ സന്തോഷത്തിൻ്റെ ദാനം നൽകൂ. എത്ര അഖണ്ഡ ഖജനാവുകളുടെ അധികാരിയാണ്.
റിച്ചസ്റ്റ് ഇൻ ദ വേൾഡ് ആണ്. അക്ഷയവും അഖണ്ഡവുമായ ഖജനാവുകളുണ്ട്. എത്രത്തോളം നൽകുമോ അത്രയും വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. കുറയുകയില്ല, വർദ്ധിക്കും. കാരണം വർത്തമാന സമയത്ത് നിങ്ങളേവരുടെയും ആത്മീയ സഹോദരന്മാരും സഹോദരിമാരും മെജോറിറ്റിയും ഈ ഖജനാവുകൾക്കായി ദാഹിക്കുന്നവരാണ്. അപ്പോൾ തൻ്റെ സഹോദരി സഹോദരന്മാരുടെ മേൽ ദയ ഉണ്ടാകുന്നില്ലേ? ദാഹിക്കുന്ന ആത്മാക്കളുടെ ദാഹം ശമിപ്പിക്കുകയില്ലേ? അല്ലയോ നമ്മുടെ ദേവന്മാരെ, ദേവിമാരെ, നമുക്ക് ശക്തി നൽകൂ, സത്യമായ സ്നേഹം നൽകൂ എന്ന ശബ്ദം കാതുകളിൽ വരുന്നില്ലേ? താങ്കളുടെ ഭക്തരും ദുഃഖിതരായ ആത്മാക്കളും രണ്ടുപേരും ദയ കാണിക്കൂ, കൃപ കാണിക്കൂ, ഹേ കൃപയുടെ ദേവ ദേവിമാരെ എന്ന് പറഞ്ഞ് നിലവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. സമയത്തിൻ്റെ വിളി കേൾക്കപ്പെടുന്നുണ്ടല്ലോ. നൽകുന്നതിനുള്ള സമയവും ഇപ്പോഴാണ്. പിന്നീട് എപ്പോഴാണ് നൽകുക? താങ്കളുടെ അടുക്കൽ ശേഖരിക്കപ്പെട്ടിട്ടുള്ള ഇത്രയും അക്ഷയവും അഖണ്ഡവുമായ ഖജനാവുകൾ എപ്പോഴാണ് നൽകുക? ലാസ്റ്റ് ടൈമിൽ അഥവാ അന്തിമ സമയത്താണോ നൽകുക? ആ സമയത്ത് കേവലം അഞ്ജലി നൽകുവാനേ സാധിക്കുകയുള്ളൂ. അപ്പോൾ ശേഖരിച്ച ഖജനാവുകൾ എപ്പോഴാണ് കാര്യത്തിൽ വിനിയോഗിക്കുക? ചെക്ക് ചെയ്യൂ. ഓരോ സമയത്തും ഏതെങ്കിലുമൊക്കെ ഖജനാവുകൾ സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണോ? ഇതിൽ ഡബിൾ നേട്ടമുണ്ട്. ഖജനാവുകളെ സഫലമാക്കുന്നതിലൂടെ ആത്മാക്കളുടെ മംഗളവും ഉണ്ടാകും. ഒപ്പം താങ്കൾ ഏവരും മഹാദാനിയാകുന്നത് കാരണം വിഘ്ന വിനാശകനാകും. സമസ്യാസ്വരൂപമല്ല, പരിഹാര സ്വരൂപം സഹജമായി ആകും. ഡബിൾ നേട്ടമാണ്. ഇന്ന് ഇത് വന്നു, ഇന്നലെ ഇത് വന്നു, ഇന്ന് ഇതുണ്ടായി, ഇന്നലെ അതുണ്ടായി. വിഘ്നമുക്തവും സമസ്യാമുക്തവും സദാകാലത്തേക്ക് ആകും. ഏതൊരു സമസ്യയ്ക്ക് പിന്നാലെയാണോ സമയം ചിലവഴിക്കുന്നത്, പ്രയത്നിക്കുകയും ചെയ്യുന്നത്, ചിലപ്പോൾ വിഷമിക്കുകയും ചിലപ്പോൾ ഉത്സാഹത്തിൽ വരികയും ചെയ്യുന്നു, അതിൽ നിന്നെല്ലാം രക്ഷപ്പെടും. കാരണം ബാബ്ദാദയ്ക്കും കുട്ടികളുടെ പ്രയത്നം നല്ലതായി തോന്നുന്നില്ല. കുട്ടികൾ പ്രയത്നത്തിലാണ് എന്ന് ബാബ്ദാദ കാണുമ്പോൾ കുട്ടികളുടെ പ്രയത്നം ബാബയ്ക്ക് കാണുവാനാകില്ല. അപ്പോൾ പ്രയത്നമുക്തം. പുരുഷാർത്ഥം ചെയ്യണം. എന്നാൽ ഏതൊരു പുരുഷാർത്ഥം? ഇപ്പോൾ വരെയും തൻ്റെ ചെറിയ ചെറിയ സമസ്യകളിൽ പുരുഷാർത്ഥിയായിരിക്കുമോ? ഇപ്പോൾ പുരുഷാർത്ഥം ചെയ്യൂ. അഖണ്ഡ മഹാദാനി, അഖണ്ഡ സഹയോഗി. ബ്രാഹ്മണരോട് സഹയോഗിയാകൂ. ദുഃഖിതരും ദാഹിക്കുന്നവരുമായ ആത്മാക്കൾക്ക് വേണ്ടി മഹാദാനിയാകൂ. ഇപ്പോൾ ഈ പുരുഷാർത്ഥത്തിൻ്റെ ആവശ്യകതയുണ്ട്. ഇഷ്ടമാണല്ലോ. ഇഷ്ടമാണോ? പിന്നിലുള്ളവർക്ക് ഇഷ്ടമാണോ? അതിനാൽ ഇപ്പോൾ അല്പം ചേഞ്ചും ചെയ്യേണ്ടതാണല്ലോ. സ്വയം പ്രതിയുള്ള അതേ പുരുഷാർത്ഥം വളരെയധികം സമയം ചെയ്തു. എങ്ങനെയാണ്? പാണ്ഡവരെ ഇഷ്ടമാണോ? എങ്കിൽ നാളെ മുതൽ എന്തു ചെയ്യും? നാളെ മുതൽ തന്നെ ആരംഭിക്കുമോ അതോ ഇപ്പോൾ മുതലോ? ഇപ്പോൾ മുതൽ സങ്കൽപ്പിക്കൂ. എൻ്റെ സമയം, സങ്കല്പം വിശ്വത്തിൻ്റെ സേവനത്തെ പ്രതിയാണ്. ഇതിൽ സ്വയം തൻ്റേത് ഓട്ടോമാറ്റിക്കലി തന്നെ നടന്നുകൊള്ളും. നടന്നുകൊണ്ടിരിക്കും എന്നല്ല, വർദ്ധിക്കും. എന്തുകൊണ്ട്? ആർക്കെങ്കിലും താങ്കൾ അവരുടെ ആശകൾ പൂർത്തീകരിക്കുകയാണെങ്കിൽ, ദുഃഖത്തിന് പകരം സുഖം നൽകുമെങ്കിൽ, നിർബല ആത്മാക്കൾക്ക് ശക്തി നൽകുമെങ്കിൽ, ഗുണം നൽകുമെങ്കിൽ, അവർ എത്ര ആശീർവാദങ്ങൾ നൽകും? എല്ലാവരിൽ നിന്നും ആശീർവാദങ്ങൾ നേടുക. ഇതുതന്നെയാണ് മുന്നോട്ട് പോകുന്നതിൻ്റെ ഏറ്റവും സഹജ ഉപാധി. പ്രഭാഷണം നടത്തിയില്ലെങ്കിലും പ്രോഗ്രാം കൂടുതൽ ചെയ്യാൻ സാധിക്കുന്നില്ലെങ്കിലും സാരമില്ല. ചെയ്യുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യൂ. എന്നാൽ ചെയ്യുവാൻ സാധിക്കുന്നില്ലെങ്കിൽ പോലും സാരമില്ല. ഖജനാവുകളെ സഫലമാക്കൂ. കേൾപ്പിച്ചുവല്ലോ. മനസ്സുകൊണ്ട് ശക്തികളുടെ ഖജനാവ് നൽകിക്കൊണ്ടിരിക്കൂ.
വാക്കിലൂടെ ജ്ഞാനത്തിൻ്റെ ഖജനാവ്, കർമ്മത്തിലൂടെ ഗുണങ്ങളുടെ ഖജനാവ്, ബുദ്ധിയിലൂടെ സമയത്തിൻ്റെ ഖജനാവും, സംബന്ധ സമ്പർക്കത്തിലൂടെ സന്തോഷത്തിൻ്റെ ഖജനാവും സഫലമാക്കൂ. അപ്പോൾ സഫലമാക്കുന്നതിലൂടെ സഹജമായി സഫലതാമൂർത്തി ആവുക തന്നെ ചെയ്യും. സഹജമായി പറന്നുകൊണ്ടിരിക്കും. കാരണം ആശീർവാദങ്ങൾ ഒരു ലിഫ്റ്റിൻ്റെ കാര്യം ചെയ്യുന്നു, ഏണിപ്പടിയുടേതല്ല. സമസ്യ വന്നു, ഇല്ലാതാക്കി. ചിലപ്പോൾ 2 ദിവസമെടുത്തു, ചിലപ്പോൾ 2 മണിക്കൂറെടുത്തു. ഇതാണ് ഏണിപ്പടി കയറുക എന്നത്. സഫലമാക്കൂ, സഫലതാമൂർത്തിയാകൂ. എങ്കിൽ ആശീർവാദങ്ങളുടെ ലിഫ്റ്റിലൂടെ എവിടെ ആഗ്രഹിക്കുന്നുവോ അവിടെ സെക്കൻഡിൽ എത്തിച്ചേരും. ആഗ്രഹിക്കുമ്പോൾ സൂക്ഷ്മവദനത്തിൽ എത്തിച്ചേരൂ. ആഗ്രഹിക്കുമ്പോൾ പരംധാമത്തിൽ എത്തിച്ചേരൂ. ആഗ്രഹിക്കുമ്പോൾ തൻ്റെ രാജ്യത്തിൽ എത്തിച്ചേരൂ. സെക്കൻഡിൽ. ലണ്ടനിൽ 1 മിനിറ്റിൻ്റെ പ്രോഗ്രാം ചെയ്തിരുന്നല്ലോ. ബാബ്ദാദ പറയുന്നു 1 സെക്കൻഡ്. 1 സെക്കൻഡിൽ ആശീർവാദങ്ങളുടെ ലിഫ്റ്റിൽ കയറൂ. കേവലം സ്മൃതിയുടെ സ്വിച്ച് അമർത്തൂ. ഇത്രമാത്രം. പ്രയത്നമുക്തം. ഇന്ന് ഡബിൾ വിദേശികളുടെ ദിവസമാണല്ലോ. അപ്പോൾ ബാബ്ദാദ ആദ്യം ഡബിൾ വിദേശികളെ ഏത് സ്വരൂപത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു? പ്രയത്നമുക്തം, സഫലതാമൂർത്തി, ആശീർവാദങ്ങൾക്ക് പാത്രം ആകുമല്ലോ. കാരണം ഡബിൾ വിദേശികൾക്ക് ബാബയോട് സ്നേഹം നന്നായിട്ടുണ്ട്. ശക്തി വേണം, എന്നാൽ സ്നേഹം നന്നായിട്ടുണ്ട്. അതിശയം ചെയ്തുവല്ലോ. നോക്കൂ, 90 ദേശങ്ങളിൽ നിന്നും വ്യത്യസ്ത ദേശങ്ങൾ, വ്യത്യസ്ത ആചാരരീതികൾ. എന്നാൽ 5 ഖണ്ഡങ്ങളും ഒരു ചന്ദനമരമായി മാറിയിരിക്കുകയാണ്. ഒരു വൃക്ഷത്തിൽ വന്നു, ഒരേ ബ്രാഹ്മണ കൾച്ചർ ആയി. ഇപ്പോൾ ഇംഗ്ലീഷ് കൾച്ചർ ഉണ്ടോ? നമ്മുടെ കൾച്ചർ ഇംഗ്ലീഷാണ് എന്ന് ഇല്ലല്ലോ, ബ്രാഹ്മണർ ആണല്ലോ. ഇപ്പോൾ നമ്മുടേത് ബ്രാഹ്മൺ കൾച്ചറാണ് എന്ന് മനസ്സിലാക്കുന്നവർ കൈ ഉയർത്തു. ബ്രാഹ്മൺ കൾച്ചർ, മറ്റ് എഡിഷൻ ഇല്ല, ഒന്നായല്ലോ. ബാബ്ദാദ ഇതിൻ്റെ ആശംസകൾ നൽകുകയാണ്. എല്ലാവരും ഒരു വൃക്ഷത്തിൻ്റെതായി. എത്ര നല്ലതായി തോന്നുന്നു. ആരോട് ചോദിച്ചാലും താങ്കൾ ആരാണ് എന്ന് അമേരിക്കയോട് ചോദിച്ചാലും യൂറോപ്പിനോട് ചോദിച്ചാലും എന്തു പറയും? ബ്രാഹ്മണൻ എന്നാണല്ലോ. അതോ UK-യിലേതാണ്, ആഫ്രിക്കനാണ്, അമേരിക്കനാണ് എന്ന് പറയുമോ? ഇല്ല, എല്ലാവരും ബ്രാഹ്മണരായി കഴിഞ്ഞു. ഒരു മതം ആയിക്കഴിഞ്ഞു, ഒരു സ്വരൂപം ഉള്ളവരായി കഴിഞ്ഞു. ബ്രാഹ്മണരും ഏകമതമായ ശ്രീമതം. ഇതിൽ രസം തോന്നുന്നുവല്ലോ. രസമാണോ അതോ പ്രയാസമാണോ? പ്രയാസമില്ലല്ലോ. തല കുലുക്കുകയാണ്. നല്ലതാണ്. ബാബ്ദാദ സേവനത്തിൽ എന്ത് നവീനതയാണ് ആഗ്രഹിക്കുന്നത്? ഏതെല്ലാം സേവനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ വളരെ 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 നല്ലതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ആശംസകൾ തീർച്ചയായും ഉണ്ട്. എന്നാൽ മുന്നോട്ട് എന്ത് എഡിഷനാണ് ചെയ്യേണ്ടത്? താങ്കളുടെ മനസ്സിലുണ്ടല്ലോ ഏതെങ്കിലും നവീനത വേണം എന്ന്. അപ്പോൾ ബാബ്ദാദ കണ്ടു. ഏതെല്ലാം പ്രോഗ്രാം നടത്തിയോ സമയവും നൽകി, സ്നേഹത്തോടെ തന്നെ ചെയ്തു. പ്രയത്നവും സ്നേഹത്തോടെ ചെയ്തു. അഥവാ സ്ഥൂലധനവും വിനിയോഗിച്ചുവെങ്കിൽ അത് കോടി മടങ്ങായി താങ്കളുടെ പരമാത്മാ ബാങ്കിൽ ശേഖരിക്കപ്പെട്ടു. അത് വിനിയോഗിച്ചതാണോ? ശേഖരിച്ചിരിക്കുകയാണ്. റിസൾട്ടിൽ കണ്ടു. സന്ദേശം എത്തിക്കുന്നതിൻ്റെ കാര്യം, പരിചയം നൽകുന്നതിൻ്റെ കാര്യം എല്ലാവരും വളരെ നന്നായി ചെയ്തു. എവിടെ ചെയ്താലും ശരി. ഇപ്പോൾ ഡൽഹിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്, ലണ്ടനിൽ നടന്നു. പിന്നെ ഡബിൾ ഫോറിനേഴ്സ് കോൾ ഓഫ് ടൈമിൻ്റെയും പീസ് ഓഫ് മൈൻഡിൻ്റെയും പ്രോഗ്രാം ചെയ്യുന്നു. ആ എല്ലാ പ്രോഗ്രാമും ബാബ്ദാദയ്ക്ക് വളരെ നല്ലതായി തോന്നുന്നു. ഏതെല്ലാം കാര്യം ചെയ്യാൻ സാധിക്കുമോ ചെയ്തുകൊണ്ടേയിരിക്കൂ. സന്ദേശം ലഭിക്കുന്നു, സ്നേഹിയും ആകുന്നു, സഹയോഗിയും ആകുന്നു. സംബന്ധത്തിലും ആരെങ്കിലുമൊക്കെ വരുന്നു. എന്നാൽ ഇപ്പോൾ അഡീഷൻ ആവശ്യമാണ്. ഏതെങ്കിലും വലിയ പ്രോഗ്രാം നടത്തുമ്പോഴെല്ലാം അതിൽ സന്ദേശം ലഭിക്കുന്നുണ്ട്.
എന്നാൽ എന്തെങ്കിലും അനുഭവം ചെയ്തുകൊണ്ട് പോകണം. ആ അനുഭവം വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഏതുപോലെ ഈ കോൾ ഓഫ് ടൈമിൽ അഥവാ പീസ് ഓഫ് മൈൻഡിൽ കുറച്ച് കൂടുതൽ അനുഭവം നേടുന്നു. എന്നാൽ വലിയ പ്രോഗ്രാം നടത്തുമ്പോൾ അതിൽ സന്ദേശം നന്നായി ലഭിക്കുന്നു. എന്നാൽ ആരെല്ലാം വന്നുവോ അവരുടെ ഫോളോ അപ്പ് ചെയ്ത് അനുഭവം ഉണ്ടാക്കിക്കുന്നതിൻ്റെ ലക്ഷ്യം വയ്ക്കൂ. എന്തെങ്കിലും അനുഭവം ചെയ്യട്ടെ. കാരണം അനുഭവം ഒരിക്കലും മറക്കുന്നില്ല. അനുഭവം അങ്ങനെയുള്ള ഒരു വസ്തുവാണ്. അത് ആഗ്രഹിക്കാതെ പോലും അതിൻ്റെ നേർക്ക് ആകർഷിക്കും. അപ്പോൾ ബാബ്ദാദ ചോദിക്കുന്നു, ആദ്യം ഏതെല്ലാം ബ്രാഹ്മണരുണ്ടോ അവർ ജ്ഞാനത്തിൻ്റെ ഏതെല്ലാം പോയിന്റ്സ് ഉണ്ടോ അതിൻ്റെ സ്വയം അനുഭവിയായോ? ഓരോ ശക്തിയുടെയും അനുഭവം ചെയ്തുവോ? ഓരോ ഗുണത്തിൻ്റെയും അനുഭവം ചെയ്തുവോ? ആത്മീയ സ്ഥിതിയുടെ അനുഭവം ചെയ്തുവോ? പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവം ചെയ്തുവോ? ജ്ഞാനം മനസ്സിലാക്കുക എന്നതിൽ പാസ്സായി, നോളജ്ഫുൾ ആയി കഴിഞ്ഞു. ഇതിൽ ബാബ്ദാദയും റിമാർക്സ് നൽകുന്നു. തൃപ്തികരമാണ്. ആത്മാവ് എന്താണ്? പരമാത്മാവ് എന്താണ്? ഡ്രാമ എന്താണ്? ജ്ഞാനം മനസ്സിലാക്കി കഴിഞ്ഞു. എന്നാൽ എപ്പോൾ ആഗ്രഹിക്കുന്നു, എത്ര സമയം ആഗ്രഹിക്കുന്നു, ഏത് പരിതസ്ഥിതി ആയാലും ആ പരിതസ്ഥിതിയിൽ ആത്മീയ ബലത്തിൻ്റെ അനുഭവം ഉണ്ടാകണം. പരമാത്മാ ശക്തിയുടെ അനുഭവം ഉണ്ടാകണം. അത് ഉണ്ടാകുന്നുണ്ടോ? ഏത് സമയത്ത്, എത്ര സമയം, എങ്ങനെ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നോ അതേപോലെ ഉണ്ടാകുന്നുണ്ടോ? അതോ ചിലപ്പോൾ ഒരു രീതിയിലും ചിലപ്പോൾ മറ്റൊരു രീതിയിലുമാണോ? ആത്മാവാണ് എന്ന് ചിന്തിക്കുകയും പിന്നെ വീണ്ടും വീണ്ടും ദേഹാഭിമാനം വരികയും ആണെങ്കിൽ അനുഭവം ഉപയോഗത്തിൽ വന്നുവോ? അനുഭവി മൂർത്തി, ഓരോ സബ്ജക്റ്റിൻ്റെയും അനുഭവി മൂർത്തി, ഓരോ ശക്തികളുടെയും അനുഭവി മൂർത്തി. അപ്പോൾ സ്വയം തന്നിലും അനുഭവത്തെ കൂടുതൽ വർദ്ധിപ്പിക്കൂ. ഉണ്ട്, ഇല്ലെന്നല്ല, എന്നാൽ ഇടയ്ക്കിടയ്ക്കാണുള്ളത്. സം ടൈം. അപ്പോൾ ബാബ്ദാദ സം ടൈം അല്ല ആഗ്രഹിക്കുന്നത്, സംതിങ് ഉണ്ടാകുന്നു. അപ്പോൾ സം ടൈമും ആയി പോകുന്നു. കാരണം നിങ്ങൾ ഏവരുടെയും ലക്ഷ്യമാണ്. എന്താകാനുള്ള ലക്ഷ്യമാണുള്ളത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ബാബ് സമാൻ എന്ന് പറയുന്നു. ഒരേ ഉത്തരമാണ് എല്ലാവരും നൽകുന്നത്. അപ്പോൾ ബാബയ്ക്ക് സമാനം. ബാബ സം ടൈമും സംതിങ്ങും ആയിരുന്നില്ല. ബ്രഹ്മബാബ സദാ രാസയുക്ത, യോഗയുക്തം, ഓരോ ശക്തിയിലും സദാ, ഇടയ്ക്കിടയ്ക്കല്ല. ഏതൊരു അനുഭവമാണോ ഉണ്ടാകുന്നത് അത് സദാകാലത്തേക്ക് നടക്കുന്നു. അത് സം ടൈം അല്ല ഉണ്ടാകുന്നത്. അപ്പോൾ സ്വയം അനുഭവി മൂർത്തിയായി ഓരോ കാര്യത്തിലും ഓരോ സബ്ജക്റ്റിലും അനുഭവി, ജ്ഞാന സ്വരൂപത്തിൽ അനുഭവി, യോഗയുക്തത്തിൽ അനുഭവി, ധാരണാ സ്വരൂപത്തിൽ അനുഭവി, ഓൾറൗണ്ട് സേവനം, മനസ്സ വാച കർമ്മണ സംബന്ധ സമ്പർക്കം എല്ലാത്തിലും അനുഭവി. അപ്പോൾ പാസ് വിത്ത് ഓണർ എന്ന് പറയും. അപ്പോൾ എന്താകുവാൻ ആഗ്രഹിക്കുന്നു? പാസ്സാകുവാൻ ആഗ്രഹിക്കുന്നു അതോ പാസ് വിത്ത് ഓണർ ആകാൻ ആഗ്രഹിക്കുന്നു? പാസ്സാകുന്നവർ അവസാനവും വരും. താങ്കളാണെങ്കിൽ ടു ലേറ്റിന് മുമ്പേ വന്നു കഴിഞ്ഞു. ഇപ്പോൾ പുതിയവരും വന്നിരിക്കുകയാണ്. എങ്കിലും ടു ലേറ്റിൻ്റെ ബോർഡ് വെച്ചിട്ടില്ല. ലേറ്റിൻ്റേത് വെച്ചു, ടു ലേറ്റിൻ്റേത് വെച്ചിട്ടില്ല. അതിനാൽ ആരെങ്കിലും പുതിയവരായിരുന്നാലും ഇപ്പോഴും തീവ്ര പുരുഷാർത്ഥം ചെയ്യുകയാണെങ്കിൽ, പുരുഷാർത്ഥമല്ല തീവ്രം, എങ്കിൽ മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം നമ്പർ ഔട്ടായിട്ടില്ല. കേവലം 2 നമ്പറാണ് ഔട്ടായത്, പിതാവും മാതാവും. മറ്റൊരു സഹോദരി സഹോദരന്മാരുടെയും 3ാമത്തെ നമ്പർ ഔട്ടായിട്ടില്ല. താങ്കൾ പറയും ദാദിമാരോട് വളരെയധികം സ്നേഹമുണ്ടെന്ന്. ബാബയ്ക്കും ദാദിമാരോട് സ്നേഹമുണ്ട്, എന്നാൽ നമ്പർ ഔട്ടായിട്ടില്ല. അതിനാൽ താങ്കൾ വളരെ വളരെ സ്നേഹപൂർവ്വം തിരിച്ചു കിട്ടിയവരും ഓമനകളും
ഭാഗ്യശാലിയുമാണ്. എത്ര പറക്കുവാൻ ആഗ്രഹിക്കുന്നോ പറക്കൂ. കാരണം നോക്കൂ, ചെറിയ കുട്ടിയായിരിക്കുമ്പോഴും പിതാവ് തൻ്റെ വിരൽ നൽകി അതിനെ നടത്തിക്കുന്നു, എക്സ്ട്രാ സ്നേഹിക്കുന്നു. മുതിർന്നവരെ വിരൽ പിടിച്ച് നടത്തിക്കുന്നില്ല, അവർ സ്വന്തം കാലിൽ നടക്കുന്നു. അപ്പോൾ പുതിയവർക്കും എന്തെങ്കിലും മേക്കപ്പ് ചെയ്യാൻ സാധിക്കും, ഗോൾഡൻ ചാൻസ് ഉണ്ട്. എന്നാൽ എത്രയും വേഗം ടൂ ലേറ്റിൻ്റെ ബോർഡ് വെക്കേണ്ടതുണ്ട്. അതിനാൽ ആദ്യമേ തന്നെ ചെയ്തുകൊള്ളൂ. ആദ്യമായി വന്നിരിക്കുന്ന പുതിയവർ ആരാണോ അവർ കൈ ഉയർത്തൂ. ശരി, ആശംസകൾ. ആദ്യത്തെ തവണ തൻ്റെ വീടായ മധുബനിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതിനാൽ ബാബ്ദാദയും മുഴുവൻ ബ്രാഹ്മണ പരിവാരവും, ദേശത്തുള്ളവരായാലും വിദേശത്തുള്ളവരായാലും എല്ലാവരുടെയും ഭാഗത്ത് നിന്നും കോടി കോടി മടങ്ങ് ആശംസകൾ. ശരി, ഇപ്പോൾ സെക്കൻഡിൽ ഏത് സ്ഥിതിയുടെ ഡയറക്ഷൻ ബാബ്ദാദ നൽകുന്നുവോ ആ സ്ഥിതിയിൽ സെക്കൻഡിൽ എത്തിച്ചേരാൻ സാധിക്കുമോ? അതോ പുരുഷാർത്ഥത്തിൽ സമയം കടന്നു പോകുമോ? ഇപ്പോൾ പ്രാക്ടീസ് വേണ്ടത് സെക്കൻഡിൻ്റേതാണ്. കാരണം ഭാവിയിൽ ഏതൊരു ഫൈനൽ സമയമാണോ വരാൻ പോകുന്നത് അതിൽ പാസ് വിത്ത് ഓണറിൻ്റെ സർട്ടിഫിക്കറ്റ് ലഭിക്കേണ്ടതുണ്ട്. അതിൻ്റെ അഭ്യാസം ഇപ്പോൾ മുതൽ ചെയ്യണം. സെക്കൻഡിൽ എവിടെ ആഗ്രഹിക്കുന്നോ, ഏത് സ്ഥിതി വേണമോ ആ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യണം. അപ്പോൾ എവർ റെഡിയായി കഴിഞ്ഞു. ഇപ്പോൾ ആദ്യം ഒരു സെക്കൻഡിൽ പുരുഷോത്തമ സംഗമയുഗി ശ്രേഷ്ഠ ബ്രാഹ്മണനാണ്. ഈ സ്ഥിതിയിൽ സ്ഥിതി ചെയ്യൂ. ഇപ്പോൾ ഞാൻ ഫരിസ്താരൂപമാണ്, ഡബിൾ ലൈറ്റാണ്. ഇപ്പോൾ വിശ്വമംഗളകാരിയായി മനസ്സിലൂടെ 4 ഭാഗത്തും ശക്തിയുടെ കിരണങ്ങൾ നൽകുന്നതിൻ്റെ അനുഭവം ചെയ്യൂ. ഇങ്ങനെ മുഴുവൻ ദിവസത്തിലും സെക്കൻഡിൽ സ്ഥിതി ചെയ്യാൻ സാധിക്കും. ഇതിൻ്റെ അനുഭവം ചെയ്തുകൊണ്ടിരിക്കും. കാരണം എന്തും സംഭവിക്കേണ്ടത് പെട്ടെന്നാണ്. കൂടുതൽ സമയം ലഭിക്കില്ല. ചഞ്ചലതയ്ക്കിടയിൽ സെക്കൻഡിൽ അചഞ്ചലമാകാൻ സാധിക്കണം. ഇതിൻ്റെ അഭ്യാസം സ്വയം തന്നെ തൻ്റെ സമയം കണ്ടെത്തി ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കൂ. ഇതിലൂടെ മനസ്സിൻ്റെ കൺട്രോൾ സഹജമായി ഉണ്ടാകും. കൺട്രോളിംഗ് പവറും റൂളിംഗ് പവറും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ശരി, 4 ഭാഗത്തുമുള്ള കുട്ടികളുടെ കത്തുകളും ധാരാളം വന്നിരിക്കുകയാണ്. അനുഭവവും ധാരാളം വന്നിട്ടുണ്ട്. അപ്പോൾ ബാബ്ദാദ കുട്ടികൾക്ക് റിട്ടേണായി വളരെയധികം ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങളും ഹൃദയത്തിൽ നിന്നുള്ള സ്നേഹസ്മരണകളും കോടി മടങ്ങ് നൽകുകയാണ്. ബാബ്ദാദ കാണുകയാണ്. 4 ഭാഗത്തുമുള്ള കുട്ടികൾ കേട്ടുകൊണ്ടുമിരിക്കുന്നു, കണ്ടുകൊണ്ടുമിരിക്കുന്നു. കാണാത്തവർ ആരാണോ അവരും ഓർമ്മയിലാണ്. എല്ലാവരുടെയും ബുദ്ധി ഈ സമയം മധുബനിൽ തന്നെയാണ്. അപ്പോൾ 4 ഭാഗത്തുമുള്ള ഓരോ കുട്ടിയും പേര് സഹിതം സ്നേഹസ്മരണകൾ സ്വീകരിച്ചാലും എല്ലാവർക്കും സദാ ഉന്മേഷത്തിൻ്റെ ഉത്സാഹത്തിൻ്റെ ചിറകുകളിലൂടെ ഉയർന്ന സ്ഥിതിയിൽ പറന്നുകൊണ്ടിരിക്കുന്ന ശ്രേഷ്ഠ ആത്മാക്കൾക്ക്, സദാ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കുന്ന അലിഞ്ഞിരിക്കുന്ന കുട്ടികൾക്ക്, സദാ പ്രയത്നമുക്തവും സമസ്യാമുക്തവും വിഘ്നമുക്തവും യോഗയുക്തവും രഹസ്യയുക്തവുമായ കുട്ടികൾക്ക്, സദാ ഓരോ പരിതസ്ഥിതിയിലും സെക്കൻഡിൽ പാസ്സാകുന്നവർക്ക്, ഓരോ സമയത്തും സർവശക്തി സ്വരൂപം ആയിരിക്കുന്ന മാസ്റ്റർ സർവശക്തിവാനായ കുട്ടികൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. നമസ്തേ. വരദാനം: ഗോൾഡൻ ഏജ്ഡ് സ്വഭാവത്തിലൂടെ ഗോൾഡൻ ഏജ്ഡ് സേവനം ചെയ്യുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥിയായി ഭവിക്കട്ടെ. ഏത് കുട്ടികളുടെ സ്വഭാവത്തിൽ ഈർഷ്യ, ന്യായീകരണം, പിടിവാശി എന്നിവയുടെ ഭാവത്തിൻ്റെ അഥവാ ഏതെങ്കിലും പഴയ സംസ്കാരത്തിൻ്റെ അലോയ് മിക്സ് അല്ലാത്തത്, അവരാണ് ഗോൾഡൻ ഏജ്ഡ് സ്വഭാവമുള്ളവർ. ഇങ്ങനെയുള്ള ഗോൾഡൻ ഏജ് സ്വഭാവവും
സദാ ഹാഞ്ചിയുടെ അനുസരണയുടെ സംസ്കാരം ഉണ്ടാക്കുന്ന ശ്രേഷ്ഠ പുരുഷാർത്ഥികളായ കുട്ടികൾ. എങ്ങനെയുള്ള സമയമാണോ, എങ്ങനെയുള്ള സേവനമാണോ, അതേപോലെ സ്വയം തന്നെ മോൾഡ് ചെയ്ത് റിയൽ ഗോൾഡ് ആകുന്നു. സേവനത്തിലും അഭിമാനത്തിൻ്റെയോ അപമാനത്തിൻ്റെയോ അലോയ് മിക്സ് ആകരുത്. അപ്പോൾ ഗോൾഡൻ ഏജ് സേവനം ചെയ്യുന്നവർ എന്ന് പറയും. സ്ലോഗൻ: എന്തുകൊണ്ട്, എന്ത് എന്ന ചോദ്യങ്ങൾ സമാപ്തമാക്കി സദാ പ്രസന്നചിത്തരായി ഇരിക്കൂ. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ലവ്ലീൻ സ്ഥിതിയുള്ള സമാന ആത്മാക്കൾ സദാ യോഗിയാണ്. യോഗം ചെയ്യുന്നവരല്ല, എന്നാൽ ലവ്ലീൻ തന്നെയാണ്. വേറിട്ടതേ അല്ല. അപ്പോൾ എന്തോർമ്മിക്കുവാനാണ്? സ്വതവേ ഓർമ്മ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. എവിടെ കൂട്ട് ഉണ്ടായിരിക്കുന്നുവോ അപ്പോൾ ഓർമ്മ സ്വതവേ നിലനിൽക്കുന്നു. അപ്പോൾ സമാനമായ ആത്മാക്കളുടെ സ്റ്റേജ് കൂടെ ഇരിക്കുന്നതിൻ്റേതാണ്, അലിഞ്ഞിരിക്കുന്നതിൻ്റേതാണ്. ഓം ശാന്തി. മെഡിറ്റേഷൻ. ശുദ്ധ സ്വരൂപമായ ആത്മചൈതന്യത്തിലേക്ക് എൻ്റെ മനസ്സിനെ ഞാൻ സ്ഥിരമാക്കുന്നു. മസ്തക മധ്യത്തിൽ നക്ഷത്ര സമാനം തിളങ്ങുന്ന ആത്മജ്യോതിയിൽ മനസ്സ് സ്ഥിരമാകുമ്പോൾ അജ്ഞാനത്തിൻ്റെ ആവരണത്താൽ മറഞ്ഞിരുന്ന ആത്മാനുഭവം എന്നിൽ ഉദയം ചെയ്യുന്നു. ശാന്തിയും ശക്തിയും പവിത്രതയും സ്നേഹവും എൻ്റെ സ്വാഭാവിക ഗുണങ്ങളായി ഞാൻ അനുഭവിക്കുന്നു. ജീവിതത്തെ ആത്യന്തികമായ ധന്യതയിൽ എത്തിക്കുന്ന പരമാത്മാ സംഘത്തിൻ്റെ ശ്രേഷ്ഠ അനുഭവത്തിനായി പരമാത്മാവിൻ്റെ സമീപത്ത് മനസ്സുകൊണ്ട് സ്ഥിതി ചെയ്യുന്നു. സർവ ദുഃഖങ്ങളെയും ഹരിക്കുന്ന, സർവ സൗഭാഗ്യങ്ങളും നേടിത്തരുന്ന ശിവ സാന്നിധ്യത്തിൻ്റെ മംഗളദായി അനുഭവത്തിൽ ഞാൻ ലീനമാകുന്നു. ഈ പരമാത്മാ കൂടിക്കാഴ്ചയിലൂടെ അതിരറ്റ ആനന്ദം അനുഭവിക്കുമ്പോൾ മനസ്സിലെ എല്ലാ ഭയവും ശോകവും ഒഴിഞ്ഞു പോകുന്നു. ഈ അതിശ്രേഷ്ഠ പരമാത്മാ സംഘം എൻ്റെ മനസ്സിനെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്നു. എൻ്റെ സംസ്കാരങ്ങളെ ദിവ്യവും അതിശ്രേഷ്ഠവുമാക്കി മാറ്റുന്നു.
ഈശ്വര സാമീപ്യത്തിൻ്റെ മധുരമായ സുഖവും ആനന്ദവും നുകർന്നുകൊണ്ട് ശാന്തവും സുഖമയവും സ്നേഹസമ്പന്നവും ശക്തിസമ്പന്നവുമായ സ്ഥിതി കൈവരിച്ച് ഭൃഗുടി മധ്യത്തിലേക്ക് ഞാൻ അവതരിക്കുന്നു.